പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നു. ഇറാനെ ആക്രമിച്ചുവെന്ന് സ്ഥിരീകരിച്ച അമേരിക്ക തിരിച്ചടിക്കാൻ തയ്യാറായി ഇറാൻ. ഇതോടുകൂടി തന്നെ വീണ്ടും ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങളടക്കം യുദ്ധഭീതിയിലാണ്. കുവൈറ്റ്, ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയതായും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ ശക്തമായ ആക്രമണവും പ്രത്യാക്രമണവുമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ ഈ സ്ഥിരീകരണമാണ് ഇപ്പോൾ അമേരിക്ക നടത്തിയിരിക്കുന്നത്. ഇന്നലെ ആകട്ടെ രണ്ടാമതും ഒരു വാണിജ്യ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നാലെയാണ് അമേരിക്കയുടെ നടപടി. പനാമയുടെ പതാകയിലുള്ള ചരക്ക് കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് മറുപടിയായാണ് വ്യോമാക്രമണം നടത്തിയതെന്നും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക ലക്ഷ്യങ്ങളെ ആക്രമിച്ചതായും അമേരിക്ക അറിയിച്ചു. ഇതിനിടെ തന്നെ തെക്കൻ ഇറാനിലെ സിറിക് മേഖലയിലും അവിടെ ഗഷീം ദ്വീപിലും ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായതായി തന്നെ ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിന്റെ നാശനഷ്ടങ്ങളെ കുറിച്ച് ഔദ്യോഗിക വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. സംഭവത്തിന് പിന്നാലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും കടുത്ത മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അമേരിക്കൻ സൈന്യം പൂർണ്ണമായ സൈനിക നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചാൽ ഇറാൻ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള തുടർ ചർച്ചകൾ ഈ വരുന്ന തിങ്കളാഴ്ച നടക്കുമെന്നതാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സംഘർഷാവസ്ഥയ്ക്കിടെ തന്നെ നയതന്ത്ര ചർച്ചകൾ തുടരുന്നത് ആ ശ്രമങ്ങൾ ഇരു രാജ്യങ്ങളും നടത്തുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ തന്നെ ബഹ്റൈനിൽ ഇറാൻ ആക്രമണ മുന്നറിയിപ്പ് അവിടെ നൽകിയതായും കുവൈറ്റിന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ സംഭവ വികാസങ്ങൾ ഗൾഫ് മേഖലയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുമെന്ന ആശങ്ക ഇവിടെ ഉയർന്നിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതകളിൽ ഒന്ന് തന്നെയാണ്. അതിനാൽ തന്നെ അവിടെ ഉണ്ടാകുന്ന ഏതൊരു സൈനിക സംഘർഷവും ആഗോള എണ്ണ വിപണിയെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും നേരിട്ട് ബാധിക്കുമെന്നതാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. US സൈന്യം തങ്ങളുടെ ജോലി തീർക്കാൻ നിർബന്ധിതരായാൽ ഇവിടെ വലിയ രീതിയിൽ, അതായത് ഇറാൻ ഇനി ബാക്കി ഉണ്ടാകില്ല എന്നതാണ് ട്രംപിന്റെ ഭീഷണി. ഇറാനെതിരെ US വീണ്ടും ആക്രമണം നടത്തുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ട്രൂത്ത് സോഷ്യൽ പോലും ഇവിടെ ഇത്തരത്തിൽ ട്രംപ് ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ന്യായവും നീതിയും നോക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായേക്കാമെന്നും ഞങ്ങൾ വിജയകരമായി തന്നെ തുടങ്ങിയ ജോലി പൂർത്തിയാക്കാൻ US സൈന്യവും നിർബന്ധിതരാകും. അങ്ങനെ ഉണ്ടായാൽ ഇറാൻ ഇനി ബാക്കി ഉണ്ടാകില്ല എന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. അതിനിടെ തന്നെ ഇറാന്റെ 10 സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം നടത്തിയതായി തന്നെ US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള 10 കേന്ദ്രങ്ങളെ വെച്ചാണ് ആക്രമണം നടത്തിയതെന്നും ഇവിടെ MT കുക്ക് എന്ന അതിന് നേരെ തന്നെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിനും തിരിച്ചടിയായാണ് ആക്രമണം എന്നതാണ് സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ US ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സും പ്രതികരിച്ചു. US ആക്രമണത്തിനുള്ള മറുപടിയായി തന്നെ കുവൈറ്റിനും ബഹ്റൈനും നേരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയതായി തന്നെ IRGC ആണ് ഇവിടെ വലിയ രീതിയിൽ സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.